ഹായ് ഫ്രണ്ട്സ്, ഒരു പോർട്രേറ്റാണ് ഇന്ന് ചെയ്യുന്നത്. അതും ദൈവപുത്രനായ പോപ്പ് ഫ്രാൻസിസിൻ്റെ പോർട്രേറ്റാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഏറ്റവും മുകളിൽ, അതായത് ഒരു ഹെഡ് പോർഷൻ തൊട്ട് നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ട് ആ ഡിസ്റ്റൻസ് അനുസരിച്ച് വേണം ലൈൻ ഇട്ട് വരാൻ. അതിനുശേഷം നമ്മൾ ആ ഒരു ഐബ്രോ അതിൻ്റെ ഷേപ്പ് പോലും നമ്മൾ മനസ്സിലാക്കി വേണം ചെയ്ത് വരാൻ. അതിനുശേഷം ആ കണ്ണിൻ്റെ ആ ഒരു ലൈനിങ്ങും ആ കണ്ണെല്ലാം ക്ലിയർ ചെയ്തിട്ട് ആ മൂക്ക് കണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് കഴിഞ്ഞിട്ട് ആ ചുണ്ടും മൂക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇത്രയും ചെയ്തൊരു ഔട്ട്ലൈൻ ലൈൻ ഇട്ടിട്ടാണ് ആ ഒരു ഷേപ്പ് വരച്ചെടുക്കേണ്ടത്. ആ ഒരു ഷേപ്പ് കംപ്ലീറ്റ്, അതായത് ആ ഒരു മൂക്കും ചുണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ട് ആ ഒരു ചുണ്ടിൻ്റെ ഒരു പല്ലായാലും നമ്മൾ ആ ഒരു വായുടെ അകം വരയ്ക്കുമ്പോൾ കുറച്ച് ലൈറ്റായിട്ടൊന്ന് വരച്ചതിന് ശേഷം ആ ബ്ലാക്ക് എവിടെയൊക്കെയാണോ അതിൽ ഷെയ്ഡ് വരേണ്ട ആ ബ്ലാക്ക് ഭാഗങ്ങളെല്ലാം കവർ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ചുണ്ട് ഓട്ടോമാറ്റിക്കലി കറക്റ്റായിട്ട് വരും. അതുപോലെ തന്നെ ചെവിയും, ഇത് കണ്ണ്, മൂക്ക്, ചുണ്ട്, ഇതിത്രയും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ആ ഒരു ഔട്ട്ലൈൻ ക്ലിയർ ആവും. എന്നത്തെയും പോലെ മോൻ അടുത്തിരിപ്പുണ്ട്. അവൻ എന്നെ മോട്ടിവേറ്റായിട്ട് എന്നെ എൻ്റെ കൂടെ എപ്പോഴും ഞാൻ വീഡിയോ ഇപ്പോൾ എടുത്താലും വെക്കേഷൻ ആയതുകൊണ്ട് അവൻ എൻ്റെ കൂടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി ആ ഒരു കളറിലോട്ടാണ്. കളർ എന്ന് വെച്ചാൽ ആ ഒരു ബോഡി കളർ പ്ലസ് ഒരു ലേശം ലിറ്റിൽ റെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പിങ്കിഷാണ് ആ ഒരു ഫേസ്. അതുകൊണ്ട് ആദ്യമേ ആ ഒരു ബോഡി കളർ ഫേസിലിട്ട് അതിനുശേഷം പ്ലസ് റെഡ് മിക്സ് ചെയ്താണ് ആ ബോഡി കളർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് റെഡിഷ് അല്ല, കുറച്ച്. ഇനി ആ ഒരു വായയുടെ അകത്ത് ആ ഷെയ്ഡ് എവിടെയൊക്കെയാണോ ആ ബ്ലാക്ക് ഔട്ട്ലൈൻ ഇട്ടിരിക്കുന്നത് അവിടെയെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ റെഡിഷ് കളറാണ്, അതായത് ബോഡി കളറ് പ്ലസ് റെഡ് പ്ലസ് ബ്രൗൺ കളറും കൂടി ഇട്ടപ്പോഴാണ് ആ ഒരു ഐബ്രോയുടെ കളർ നമുക്ക് കിട്ടിയത്. അതുപോലെ താഴത്തെ ഷെയ്ഡും ചെയ്യാൻ പറ്റിയത്. ഇനിയെന്ന് വെച്ചാൽ ആ ഷെയ്ഡെല്ലാം ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ് ഇടേണ്ട ഭാഗത്തെല്ലാം വൈറ്റ് ഇട്ട് വളരെ എളുപ്പത്തിൽ, വിചാരിച്ചതിലും വളരെ എളുപ്പത്തിൽ നമുക്കിത് ചിലയൊക്കെ പോർട്രേറ്റുകൾ നമ്മൾ എടുത്തു വയ്ക്കുമ്പം വളരെ എളുപ്പമെന്ന് തോന്നാം. പക്ഷേ നമ്മളത് ചെയ്തു വരുമ്പോൾ കുറച്ച് ടഫായിട്ട് വരും. നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ സാധാരണഗതിയിൽ ഈ പോർട്രേറ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ശ്രദ്ധ കംപ്ലീറ്റ് ആയിട്ട് ഈ പോർട്രേറ്റിൽ തന്നെ ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് നമ്മൾ ആ ഔട്ട്ലൈൻ ചെയ്തെടുക്കുമ്പം വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഇനി ഒരു വൈറ്റ് കളർ, അതുപോലെ തന്നെ ആ വായയുടെ അകത്തെ കളറിങ്ങും ചെയ്യുമ്പോൾ നമ്മൾ ഡാർക്ക് ഇടേണ്ട ഭാഗത്ത് ഡാർക്ക് ഇട്ട് കഴിയുമ്പോൾ ആ പല്ല് മാത്രം നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് എങ്ങനെയൊക്കെയാണോ ഷെയ്ഡ് വരുന്ന ആ ഒരു കളറിൻ്റെ മിക്സ് ചെയ്ത് ആ ഒരു ഷെയ്ഡ് കൊടുക്കുമ്പോൾ ആ ഒരു വായയുടെ അകത്തുള്ള കറക്റ്റ് ക്ലിയറായി വരും. ഇതെന്ന് വെച്ചാൽ രണ്ട് സൈഡിലുള്ളൊരു ആ ഒരു നരച്ച മുടിക്ക് വെറും ലൈറ്റ് വൈറ്റ് എടുത്ത് ഔട്ട്ലൈൻ ഇട്ടതേ ഉള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ഇയറും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഉന്തിയ നെറ്റിയായിട്ട് തോന്നണമെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ഷെയ്ഡ് എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സെൻറ്ററിൽ നമ്മൾ വാഷ് ചെയ്ത കളർ അവിടെ തന്നെ നിൽക്കും. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിലും മനോഹരമായിട്ടും ചെയ്തെടുക്കാൻ പറ്റും.